തിരുകുമാരനും കോടാനുകോടി നന്ദി ഞാൻ ഇവിടെ രേഖപ്പെടുത്തുന്നു. അമ്മയുടെ പ്രതിഷേധത്തിൻ്റെ സാക്ഷിയാക്കി മാറ്റിയതിന് അമ്മ മാതാവിനും തിരുകുമാരനും ഞാൻ നന്ദി പറയുന്നു. എൻ്റെ പേര് രാജി. ഞാൻ കൊല്ലത്തു നിന്ന് വരുന്നു. 22/2/2024 ഞാനിവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത്. ഞാനിവിടെ രണ്ടാമത്തെ പ്രാവശ്യമാണ് ഈ അൾത്താരയിലേക്ക് കയറുന്നത്. ആദ്യം ഞാൻ എൻ്റെ സാക്ഷ്യം രേഖപ്പെടുത്താനും ഇപ്പോൾ ഞാൻ വന്നിരിക്കുന്നത് അമ്മയുടെ സാക്ഷിയിൽ ഒരാളായി മാറാനുമായിട്ടാണ്. എൻ്റെ പത്രപ്രവർത്തന കൃപാസന പത്രം പ്രേക്ഷിത പ്രവർത്തനത്തിലൂടെയാണ് ഞാൻ അമ്മേനെ കണ്ടുമുട്ടുന്നത്. ഞാനൊരു പള്ളിയിൽ വെച്ചാണ് പത്രപ്രവർത്തനം നടക്കൊണ്ടിരുന്നപ്പോഴത്തേക്ക് ഞാൻ അമ്മയെ കാണുന്നത്. അപ്പോൾ അമ്മ എൻ്റെ മുമ്പിലൂടെ പാസ് ചെയ്ത് പോയി. അപ്പോൾ എനിക്ക് സംസാരിക്കാൻ പറ്റിയില്ല. പക്ഷേ അമ്മ ശ്രദ്ധയിൽപ്പെട്ടു. അപ്പോൾ എനിക്ക് സംസാരിക്കണമെന്നുണ്ടായിരുന്നു. പിന്നെ കാരുണ്യപ്രവൃത്തിയായിട്ട് ഞാനന്ന് വഴിയരികെ ഇരിക്കുന്നവർക്ക് ചോറ് കൊണ്ടു കൊടുക്കാനായിട്ട് പോയപ്പോഴത്തേക്ക് മാതാവിനോട് ഞാൻ പറഞ്ഞു, മാതാവേ, ആ അമ്മയെ എനിക്ക് കണ്ട് സംസാരിക്കാൻ പറ്റിയില്ല, പക്ഷേ വിഷമിച്ച് പോകുന്നതായിട്ടാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ പെട്ടെന്ന് തന്നെ അമ്മ എൻ്റെ അടുത്തൂടെ പാസ് ചെയ്ത് വരികയും ഞാൻ അമ്മയോട് ചോദിച്ചു, എന്താണ് അമ്മയ്ക്ക് പറ്റിയത്, വയ്യാത്തയാണോ എന്ന് ചോദിച്ചപ്പോൾ അമ്മ പറഞ്ഞു, മോളെ, എനിക്കിത് കണക്ക് വയ്യ, സുഖമില്ലാത്തയാ, ക്യാൻസറാ എന്നിങ്ങനെ പറഞ്ഞപ്പോഴത്തേക്ക് അമ്മ സങ്കടപ്പെട്ട് കരഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, അമ്മ വിഷമിക്കേണ്ടെന്ന് പറഞ്ഞ് ഞാൻ ആ റോഡിൽ നിന്ന് തന്നെ അമ്മ എന്നോട് ഉപ്പ് ചോദിച്ചപ്പോൾ ഞാൻ എൻ്റെ കയ്യിൽ ഉപ്പുണ്ടായിരുന്നു, അത് ഉപ്പ് കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, ഞാൻ ആ വഴിയിൽ നിന്ന് അമ്മയ്ക്ക് ഉടമ്പടി തൈലം പൂശി വിശ്വാസ പ്രമാണം ചൊല്ലി ഞാൻ അമ്മയ്ക്ക് പ്രാർത്ഥിച്ചു. അപ്പോൾ ഞാൻ അമ്മയോട് ചോദിച്ചു, അമ്മ എൻ്റെ അടുത്ത് പറഞ്ഞു, ഞാൻ ഉടമ്പടി എടുത്തതായിരുന്നു മോളെ, പക്ഷേ ആദ്യത്തെ ഉടമ്പടിയിൽ എൻ്റെ കാശ് രൂപം നഷ്ടപ്പെട്ടു പോയി, പിന്നീട് എനിക്കത് പുതുക്കി മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റിയില്ലെന്ന് പറഞ്ഞു. അപ്പം ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മയ്ക്ക് ഈ സർജറിയിൽ മുമ്പോട്ട് പോകണമെങ്കിൽ അമ്മ മാതാവിൻ്റെ സാന്നിധ്യം കൂടിയേ തീരൂ, അമ്മ ഉടമ്പടി എടുക്കണം, ഞാൻ അമ്മയെ കൊണ്ടുപോകാമെന്ന് പറഞ്ഞു. അപ്പോൾ അമ്മ വരാമെന്ന് പറഞ്ഞു. പിറ്റേന്ന് ഇവർ ഹോസ്പിറ്റലിൽ പോവുകയാണ് ഉണ്ടായത്. ഹോസ്പിറ്റലിൽ പോയിട്ട് വന്നപ്പോഴത്തേക്ക് വൈകുന്നേരം അമ്മ എന്നെ വിളിച്ചു. വൈകുന്നേരം അമ്മേനെ വിളിച്ചിട്ട് പറഞ്ഞു, മോളെ, ഇത് കണക്ക് പള്ളിയിൽ പോക്ക് നടക്കത്തില്ല, ഡോക്ടർ പറഞ്ഞ് അങ്ങനെ സഞ്ചരിക്കാനൊന്നും പറ്റത്തില്ല, വലിയ ഒരു സർജറി അത്യാവശ്യമായിട്ട് വേണ്ടി വരും എന്ന് അമ്മ പറയുണ്ടായി. അങ്ങനെ അന്നേരം ഉള്ളിൽ അമ്മ, എൻ്റെ ഒരു കൂട്ടുകാരിക്ക് ഞാൻ പ്രാർത്ഥനയ്ക്ക് പറഞ്ഞിരുന്നു, ബിന്ദു എന്നാണ് അവളെ പേര്. അപ്പം അവളും അമ്മയ്ക്ക് വേണ്ടിയിട്ട് ഒരുപാട് പ്രാർത്ഥിക്കുകയും വചനങ്ങൾ അമ്മയ്ക്ക് പറഞ്ഞു കൊടുക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അവളും ഇതിലൊരു പങ്കാണ്. അങ്ങനെ അമ്മ എന്നെ വൈകുന്നേരം വിളിക്കുകയും അമ്മ പറഞ്ഞു, മോളെ, ഇത് കണക്ക് പള്ളിയിൽ പോകാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞപ്പോൾ അമ്മയോട് ഞാൻ പറഞ്ഞു, അമ്മയെ നാളെ ഞാൻ കൃപാസനത്തിൽ കൊണ്ടുപോകാമെന്നും. അപ്പോൾ എൻ്റെ ഉള്ളിൽ മാതാവ് ഇരുന്ന് പറയുന്നത് പോലെ തോന്നി, മോളോട് സംസാരിക്കുമെന്ന് പറയുകയും, അപ്പോൾ ഞാൻ വിളിച്ചിട്ട് പറഞ്ഞു, മോളോട് സംസാരിക്കണം, മോളോട് കൊടുക്കൂ എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഞാൻ ജൂബിയുടെ കയ്യിൽ ഞാൻ പറഞ്ഞു, അമ്മ എൻ്റെ കൂടെ നിങ്ങളെ അമ്മ മാതാവിനെ വിശ്വസിച്ച് കൂടെ വിടാമെന്നുണ്ടെങ്കിൽ അമ്മയ്ക്ക് സൗഖ്യം കിട്ടും, കൃപാസനത്തിൽ വന്ന് അമ്മയുടെ ഉടമ്പടി പുതുക്കണം, എന്നാലേ ആ സർജറി സമയത്ത് അമ്മയ്ക്ക് അവിടെ അമ്മയുടെ തിരുസന്നിധിയിൽ സാന്നിധ്യം അറിയിച്ച് ഈശോയും ആയിട്ട് ചെന്ന് പരിശുദ്ധാത്മാവിനോട് മാധ്യസ്ഥം വഹിക്കാൻ പറ്റൂ, അതിന് നമ്മളെ ഉടമ്പടി നമ്മുടെ കയ്യിൽ അത്യാവശ്യമാണെന്ന് പറഞ്ഞു. അങ്ങനെ പിറ്റേന്ന് രാവിലെ തന്നെ ഞാൻ അമ്മയെ ഇവിടെ കൊണ്ടുവന്ന് ഉടമ്പടി എടുപ്പിക്കുകയും പിറ്റേന്ന് അമ്മ സർജറിക്ക് പോവുകയും ചെയ്തു. ഇനി ഹോസ്പിറ്റലിലുള്ള കാര്യങ്ങളാണ്, അത് അമ്മ പറയും. എൻ്റെ പേര് മേരി. ഞാൻ പത്തനംതിട്ട ജില്ലയിൽ നിന്ന് വരുന്നു. കോന്നി സെൻറ്റ് മേരീസ് ഇടവയിലെ അംഗമാണ്. ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞപ്പം CT സ്കാൻ എടുത്തു കഴിഞ്ഞിട്ടാണ് 2-3 ദിവസത്തെ ഇത് കഴിഞ്ഞേ കിട്ടുമായിരുന്നു. ഞങ്ങളിതുപോലെ ഈ ഹോസ്പിറ്റലിൽ ഈ പള്ളിയിൽ വന്നത്. അപ്പം ഞാൻ ഈ പള്ളിയിൽ വന്നപ്പോൾ ഞാൻ ഈശോയോടും അമ്മ മാതാവിനോടും പ്രാർത്ഥിച്ചമ്മേ, എൻ്റെ അസുഖം സർജറി സുഖമായിട്ട് കഴിയണേ, സർജറി സുഖമായിട്ട് കഴിഞ്ഞ് എനിക്ക് അസുഖമൊന്നുമില്ല, എല്ലാം സുഖമായി, ഗുളിക കഴിക്കാതിരിക്കാൻ ദൈവമേ അനുവദിച്ചാൽ ഞാൻ അപ്പം വന്ന് ഞാൻ സാക്ഷി പറയാമെന്ന് പറഞ്ഞു. അപ്പം സർജറിക്ക് ഈ CT സ്കാനിൻ്റെ റിപ്പോർട്ട് അപ്പം കിട്ടുന്നത് അതിന് മുമ്പേ ഞാൻ ഈ അച്ഛൻ്റെ യൂട്യൂബ് ചാനൽ കണ്ട് ആണെങ്കിൽ ഞാൻ ഈ 8 എഴുതി വെച്ചു. ഒരു ദിവസം അച്ഛൻ ശനിയാഴ്ച ഇതുപോലെ രോഗികൾക്ക് വേണ്ടി ശുശ്രൂഷ നടത്തുമ്പം അച്ഛൻ പറഞ്ഞു, എൻ്റെ വയറ്റിൽ ഞാൻ പേനായം കൊണ്ട് എഴുതി വെക്കും, 8 സെൻറ്റിമീറ്റർ എന്ന് എഴുതി വെക്കും എന്ന് പറഞ്ഞാൽ ഡോക്ടർ പറഞ്ഞേക്കുന്നത് അവരുടെ കൈ ചുരുങ്ങാനൊക്കത്തില്ല, ഞങ്ങൾക്ക് റേഡിയേഷൻ എന്തോ ചെയ്യാൻ പറ്റുമെന്ന് ഞങ്ങൾക്ക് അറിയത്തില്ലെന്ന് പറഞ്ഞപ്പോൾ 8 എഴുതി വെച്ചപ്പം അന്ന് ശനിയാഴ്ച തന്നെ ഡോക്ടർ പറഞ്ഞത്, അന്ന് രാവിലെ അച്ഛൻ പറഞ്ഞത്, മക്കളെ, രോഗികൾക്ക് വേണ്ടി എല്ലാം പ്രാർത്ഥിക്കുക, എന്നെ 8 കാണിക്കുന്നു, എന്തുവാന്ന് എനിക്കറിയത്തില്ല, ഈശോ കാണിക്കുന്ന 8, അത് മക്കൾ പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ഞാൻ അപ്പം ദൈവത്തോട് നന്ദി പറഞ്ഞു, ദൈവമേ, അത് എന്നോടല്ല അച്ഛൻ സംസാരിച്ച, വീട്ടിൽ ഇരുന്നോണ്ട് ഞാൻ പറഞ്ഞു. ആ ചൊവ്വാഴ്ച ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോകുമ്പോഴാണ് പറയുന്നത്, മുഴ ചുരുങ്ങി
പക്ഷേ ഒരു കാര്യമുണ്ട്, ഈ തടുപ്പിനകത്ത് വയറിൻ്റെ അടിവശത്ത് കല്ല് ഭാഗത്ത് ഭയങ്കര ഒരു തടുപ്പ്, ആ തടുപ്പ് മൊത്തം പോസിറ്റീവാന്ന് പറഞ്ഞു. ഞങ്ങൾക്ക് സർജറി ചെയ്യണമെങ്കിൽ ഈ അടിവയറും കൂടെ ഓപ്പറേഷൻ സർജറി ചെയ്ത് ഈ കുടൽ പുറമോട്ട് അവർ ബാഗിനകത്ത് പുറകെ വെക്കും. അപ്പോൾ മോഷനൊക്കെ പുറകെ കൂടെ പോകുമെന്ന് പറഞ്ഞു. ഈ മുഴയെടുത്ത് കളയുന്ന സർജറി ചെയ്ത് കഴിഞ്ഞാൽ അതെല്ലാം കരിവാകുമ്പോൾ നമുക്ക് രണ്ടാമതൊരു സർജറി കൂടെ ചെയ്ത് ഈ ഭാഗം നമുക്ക് ഈ കുടൽ ഉള്ളിലോട്ടിടാമെന്ന് പറഞ്ഞു. അതുകൂടെ കേട്ടപ്പോഴത്തേക്ക് പിന്നെ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ മോളെ കാണുന്നത്. അപ്പം ഞാൻ ഇവിടെ വന്ന് ഇതുപോലെ കരഞ്ഞ് അച്ഛൻ്റെ ഇവിടെ പള്ളി വന്ന് കരഞ്ഞ് പറഞ്ഞ് എൻ്റെ ഈശോയെ എൻ്റെ അസുഖം കുറേ വന്ന് അപ്പം തന്നെ വന്ന് ഞാൻ സാക്ഷി പറഞ്ഞേക്കാമെന്ന് പറഞ്ഞു. അപ്പം സർജറിക്കുള്ള ഒരുക്കങ്ങൾ ഞാൻ ഈ പേഷ്യൻ്റാണ് ആദ്യം ഇതിന് സമ്മതമാണെന്ന് ഒപ്പിടേണ്ടത്. പേഷ്യൻ്റ് ഒപ്പിട്ട് കഴിഞ്ഞ കൂടെ വന്നത് മോളാണ്. അവളാ എപ്പോഴും എൻ്റെ കൂടെ ഹോസ്പിറ്റലിൽ വരുന്ന. അപ്പം ഒപ്പിട്ട് കഴിഞ്ഞ് അവളും ഒപ്പിട്ട് കഴിഞ്ഞ് ഇനി സർജറിക്കുള്ള ഒരുക്കമായപ്പം ഇവിടെ ഈ മോളെ ഞാൻ അതിൻ്റെ 3-ൻ്റെ അന്നാ കണ്ട് എന്നെ ഇവിടെ കൊണ്ടുവന്നപ്പോൾ കാശ് രൂപം തന്ന് അച്ഛൻ കുരിശ് വെച്ചെല്ലാം പ്രാർത്ഥിച്ച്. എൻ്റെ അറിവിൽ ഞാൻ ഇത്രയും ഒരു കാര്യമേ ചെയ്തുള്ളൂ. അച്ഛൻ സൈറ്റ് തന്നു, കയ്യപ്പറ്റി തന്നു. ഞാനിത് വയറിന് പുരട്ടി ഞാൻ വീട്ടിൽ പോയി. അതിൻ്റെ 5-ൻ്റെ അന്നായി സർജറി. 3-ൻ്റെ അന്നേ ഞങ്ങൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവാൻ പോയി. അപ്പം ഈ സൈറ്റ് പൂശി കഴിഞ്ഞപ്പോഴേ എനിക്കൊരു എൻ്റെ ഈ കഴുള്ള ഭാഗത്തെ ആ വീക്കത്തിൻ്റെ അവിടെ എന്തോ ഒരു ഇൻഫെക്ഷനായിട്ട് അനങ്ങുന്നതും ഈ മുഴ ഇങ്ങനെ എന്തോ ഒന്ന് താഴെയായിട്ട് വരുന്നതൊക്കെ എനിക്കറിയാം. അപ്പം എൻ്റെ കയ്യിൽ ഈ അച്ഛൻ തന്ന ഈ കാശ് രൂപം എൻ്റെ കഴുത്തെ കിടപ്പുണ്ട്. ഓരോ ടെസ്റ്റ് അവരെന്തെല്ലാം ടെസ്റ്റ് ഹാർട്ടിൻ്റേത് ലിവറിൻ്റെ എന്തൊക്കെയാണ് പേരെന്നൊന്നും എനിക്കറിയത്തില്ല. അങ്ങനെ ഒരു അവസ്ഥ എനിക്ക് വന്നിട്ടില്ല. നോക്കുന്ന എല്ലാം നോർമലാണ്. അപ്പോഴത്തേക്ക് എൻ്റെ മോൻ വന്നു. ഇവർ രണ്ടുമേ ഉള്ളൂ സർജറി ചെയ്യുന്നിടത്ത്. 3 ദിവസത്തിന് മുമ്പേ പോയി അവർ ഇഞ്ചക്ഷനെല്ലാം ഇതെല്ലാം ചെയ്ത് കിടക്കുമല്ലയോ. അപ്പം സർജറി ചെയ്ത നമ്മുടെ സാധാരണ ഹോസ്പിറ്റൽ പോലെയല്ല. എന്തേലും ഒരു ഇതുണ്ടെങ്കിൽ അവരവരുടെ സിസ്റ്റത്തിലാക്കി ഡോക്ടർമാരെല്ലാം കൂടി ചർച്ച ചെയ്ത ഒരു സർജറി നടത്തുന്നതൊക്കെ. അപ്പോൾ ഓരോ ഡോക്ടർമാരിങ്ങോട്ട് വന്ന് മേരിയുടെ ആളാരാ സർജറിക്ക് ഞങ്ങൾ ആ തടുപ്പിനകത്ത് ഞങ്ങൾ കീറി തുറന്ന് നോക്കിയിട്ട് ഞങ്ങൾ ഒറ്റ ഒരു പോസിറ്റീവും കണ്ടില്ല, ഒരണക്കിളും കണ്ടില്ല. അമ്മയുടെ ഓവറിനകത്ത് ഞങ്ങളിതൊക്കെ എടുത്ത് മാറ്റി, ഞങ്ങളൊന്നും കാണുന്നില്ല. നിങ്ങൾ ഈ 6 ദിവസത്തിനോടകം നിങ്ങൾ എന്ത് ചെയ്ത? നിങ്ങളെങ്ങും പോയില്ലല്ലോ, നിങ്ങൾ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നല്ലേ എന്ത് ചെയ്യുന്നത്? പക്ഷേ ആ സമയത്ത് ഇവർക്ക് എൻ്റെ എന്ന് പറഞ്ഞാൽ എനിക്ക് ബോധം തെളിഞ്ഞില്ലല്ലോ. ആ അവസ്ഥയിൽ ഇവർക്കൊന്നും പറയാൻ പറ്റില്ല. ഇവർ കണ്ണ് നിറഞ്ഞ് ഇവർക്ക് സംസാരിക്കാൻ പറ്റത്തില്ല. പിന്നെ ഓരോ ഡോക്ടർമാർ എന്നെ കാണാൻ വന്ന് ജൂനിയറും അവിടെ പഠിക്കുന്നവരും എല്ലാവരും വന്ന് എന്നെ കാണുവാൻ. ഞങ്ങളുടെ ജീവിതത്തിൽ ആ ഹോസ്പിറ്റലിൽ എന്തോ അവർ സിസ്റ്റത്തിനകത്ത് ഇടുന്നു അതുപോലത്തൊക്കെ സംഭവിച്ചിട്ടുള്ളൂ. അങ്ങനെ ഒരു ഇത് ഞങ്ങൾക്ക് നടന്നിട്ടില്ല. ഞങ്ങളുടെ ചർച്ചാ വിഷയം ഇപ്പോൾ ഇത് എന്ത് സംഭവിച്ചെന്ന്. അപ്പം ഞാൻ പറഞ്ഞതുപോലെ ഞാൻ കൃപാസനത്തിൽ വരാൻ എനിക്ക് പറ്റണമേ എൻ്റെ മാതാവ്. ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ച് ആ മണ്ണിൽ ചവിട്ടിയാലും മതി. എനിക്ക് എൻ്റെ ആഗ്രഹം അച്ഛൻ എൻ്റെ തലയ്ക്ക് തൊടണം, അച്ഛൻ എന്നെ ഒന്ന് ആശീർവദിക്കണം, ആ സൈറ്റ് കിട്ടണം. സൈറ്റിൻ്റെ വില എന്തുവാന്ന് എനിക്കത് എപ്പോഴും അറിയാം. ദൈവമേ, അത് കോടികൾ കൊടുത്താൽ നമുക്ക് കിട്ടുന്ന ഇതല്ല. ഞാൻ എൻ്റെ സ്വന്തം അനുഭവത്തിൽ നിന്ന് ആ സൈറ്റ് തേച്ചപ്പോഴേ എൻ്റെ ആ തടുപ്പിൻ്റെ അവസ്ഥകളെല്ലാം മാറിയതാണ്. അത് തേച്ച് ഞാൻ അത്രേ ഞാൻ ചെയ്തിട്ടുള്ളൂ. അല്ലാതെ ഞാൻ ഒരു മരുന്നും ഞാൻ ചെയ്തിട്ടില്ല. ദൈവം എന്നോട് ചെയ്ത കൃപകൾക്കും നന്മകൾക്കുമായി ഞാൻ എന്ത് ഭാരം ഞാൻ ചെയ്യുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ദൈവമാതാവിനും ഉണ്ണീശോയ്ക്കും 1000 കോടാനുകോടി നന്ദി സ്തോത്രം. കർത്താവേ, അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഒന്നുമില്ല. പിന്നെയും ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയി. ഒന്നും അമ്മയുടെ ശരീരത്തിൽ മേരിയമ്മയില്ല. പക്ഷേ 3 മാസം കൂടുമ്പോൾ ഒന്ന് ഫോളോ അപ്പ് ചെയ്യാൻ വരണമെന്ന് പറഞ്ഞു. അതിന് അമ്മയ്ക്കും അമ്മയുടെ തിരുസുതനും കോടാനുകോടി നന്ദി പറഞ്ഞ് യേശുവേ നിർത്തുന്നത് എന്നേക്കും പോയതായിരിക്കണമെന്ന് അമ്മയോട് അപേക്ഷിക്കുന്നു. അമ്മയ്ക്കും തിരുക്കുമാരനും കോടാനുകോടി നന്ദി. ഞാൻ അമ്മയുടെ മോളാണ്. അമ്മ വയ്യാതെ കിടന്നപ്പോൾ ഉടമ്പടി പ്രാർത്ഥന മുടങ്ങാതെ രാവിലെയും വൈകിട്ട് ഞാൻ ചൊല്ലുമായിരുന്നു. അതുകൂടാതെ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് കൃപാസന മാസിക ഞാൻ ഓരോരുത്തർക്ക് കൊടുക്കുമ്പോൾ അവരോടെല്ലാം ഞാൻ ചോദിക്കുമായിരുന്നു, നിങ്ങൾ വലിച്ചു കളയാൻ വേണ്ടിയാണെങ്കിൽ വാങ്ങിക്കല്ലേ, വായിക്കാൻ വേണ്ടിയാണെങ്കിൽ മാത്രമേ വാങ്ങിക്കാവൂ എന്ന് പറഞ്ഞ് ഓരോരുത്തർക്കും കൊടുത്ത്
ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. പിന്നെ എന്നോട് സഹായം ചോദിക്കുന്നവരോട് എന്നിൽ കഴിയാവുന്ന സഹായങ്ങളെല്ലാം ചെയ്ത് ഞാൻ മുന്നോട്ട് പോകും. അമ്മയ്ക്ക് ഓവറിയിലായിരുന്നു മുഴ. അത് ഡോക്ടർക്ക് സർജറി ചെയ്യാൻ പറ്റാത്ത വലിപ്പമായിരുന്നു ആ മുഴയ്ക്ക്. അങ്ങനെയാണ് ഇവിടെ വന്ന് പ്രാർത്ഥിക്കുന്നതും. പ്രാർത്ഥിച്ചു കഴിഞ്ഞ് ആ മുഴയുടെ വലിപ്പം കുറയുകയും സർജറി ചെയ്യാനും പറ്റി. അതും കൂടാതെ ഈ ഓപ്പറേഷൻ്റെ സമയത്ത് അവർ പറഞ്ഞായിരുന്നു, അവർക്ക് ചെറിയ സംശയമുണ്ട്, കുടലിലോട്ട് ചെറുതായിട്ട് സ്പ്രെഡ് ചെയ്തു, ബാഗ് ഇടണമെന്ന് പറഞ്ഞായിരുന്നു. ഈ ബാഗ് ഇട്ടെങ്കിൽ തന്നെയും 3 മാസം കഴിഞ്ഞ് വീണ്ടും സർജറി ചെയ്തതിന് ശേഷമേ ബാഗ് മാറ്റാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങളെ കൊണ്ട് സൈൻ ചെയ്യിച്ചു. ഞങ്ങൾക്ക് സമ്മതമാണ്, ബാഗ് ഇടുന്നതിന് ഞങ്ങൾക്ക് പ്രശ്നമില്ലെന്നും പറഞ്ഞ് ഞങ്ങളെ കൊണ്ട് സൈൻ ചെയ്യിച്ചു. ഞങ്ങൾക്കെല്ലാം ഭയങ്കര പേടിയായിരുന്നു, കാരണം ഇനിയും ഇതിൻ്റെ കൂടെ ഇൻഫെക്ഷൻ ആവുമെന്നും പറഞ്ഞു. പക്ഷേ സർജറി സമയത്ത് ഡോക്ടേഴ്സ് പറയുന്നു, എന്താണ് സംഭവിച്ചതെന്നറിയത്തില്ല, ആ കുടലിൻ്റെ ഭാഗത്ത് ക്യാൻസറിൻ്റെ ഒരു അംശവുമില്ല, ബാഗ് ഇടേണ്ട ഒരു അവസ്ഥയുമില്ല, ഒന്നുമില്ലെന്ന്. അങ്ങനെ ഒരു വലിയ സർജറി യാതൊരു തടസ്സം കൂടാതെ, ഒരു കുഴപ്പവും കൂടാതെ നടത്തി തന്ന അമ്മയ്ക്കും തിരുക്കുമാരനും ഒരു കൂടെ നന്ദി പറയുന്നു. സങ്കീർത്തനങ്ങൾ 66, 19, 20 തിരുവചനങ്ങൾ. ദൈവം കേട്ടിരിക്കുന്നു, എൻ്റെ പ്രാർത്ഥനയുടെ